ഹരേ കൃഷ്ണ. ഞങ്ങളുടെ ദേവഭാഗം ചാനലിലേക്ക് എല്ലാവർക്കും പ്രത്യേക സ്വാഗതം അറിയിക്കുന്നു. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപഃ കദാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോः ശ്രീയുതപദകമലം ശ്രീഗുരൂन् വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹേ കൃഷ്ണ കരുണാസിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീം രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ശ്രീമദ് ഭാഗവതം നമ്മൾക്ക് തുടർച്ചയായിട്ട് അവിടെ കൊണ്ടുപോകാനായിട്ട് വായിക്കാൻ അവതരിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഭഗവാനെ നമ്മൾക്ക് ദർശിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കണ്ണിൻ്റെ കുറിച്ചിട്ട് ശ്രീമദ് ശൗനകാദി മഹർഷിമാർ സൂത ഗോസ്വാമിയോട് പറയുന്നുണ്ട്. ബരിഹായത്തെ തേ നയനേ നരാണാം ലിംഗാനി വിഷ്ണോർന്ന് നിരീക്ഷതോയെ എന്ന്. അതായത് ഈ മയിൽപ്പീലിയിൽ എടുത്താൽ അതിൽ കണ്ണിൻ്റെ ഒരു അടയാളം കാണാൻ സാധിക്കും. അതുകൊണ്ട് മയിലിനും കണ്ണ് കാണാൻ സാധിക്കില്ല, നമ്മൾക്കും കണ്ണ് കാണാൻ സാധിക്കില്ല. അപ്പോൾ വെറും ഒരു ശരീരത്തിന് വെറും ഒരു അലങ്കാരം മാത്രമായി മാറുന്നു കണ്ണുകൾ ഭഗവാനെ കാണാൻ സാധിച്ചില്ലെങ്കിൽ. ജിഹ്വ അസതീയ ദാർദുരികയവ സൂത ന ചോപഗായത്യുരുഗായ ഗാഥ. ഇപ്പോൾ നാവ് എന്നുള്ള അവയവം കൊണ്ട് നമ്മൾ ഈശ്വരനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ, ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ആത്മീയമായ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ പ്രസാദം നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തവളയുടെ നാവ് പോലെയായി തീരുന്ന പറയുന്നത്. തവളയുടെ നായയ്ക്ക് വളരെ പ്രത്യേകത ഉണ്ട്. കാരണം അതിന് പ്രത്യേകിച്ച് ഉപകാരമില്ല എന്നുള്ളത്. അതിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അന്തകനായിട്ടുള്ള പാമ്പ് കടന്നു വരും, എന്നിട്ട് അതിനെ പിടിച്ച് വിഴുങ്ങുമെന്നുള്ളത്. ഇതേപോലെ ഈശ്വരനെ സംബന്ധിക്കാത്ത വാക്കുകളും ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ച് സ്പർശിക്കാത്ത വാക്കുകളും ചിന്തകളും അന്തകനെ വിളിച്ചു വരുത്താനുള്ള ഉപായമായിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ശരീരത്തിൽ ഓരോ അവയവങ്ങളും എന്ന് പറയുന്നത്. അവന് ഭഗവാനെക്കുറിച്ച് പറയുന്ന സമയത്ത് ഹൃദയത്തിന് ഒരു ആർദ്രത വരുന്നില്ല എന്നുണ്ടെങ്കിൽ വെറും ഒരു ശിലാഖണ്ഡം പോലെ, കരിങ്കല്ല് പോലെ എന്നതിന് പറയാൻ നിവൃത്തിയുള്ളൂ എന്നാണ്. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു ആർദ്രത വരിക? ഭക്ത്യാഹമേകയാഗ്രാഹ്യ, ഭക്തി കൊണ്ട് മാത്രമേ ആർദ്രത വേണം. വാഗൽഗത ദേവതേ യസ്യത്യത്വം രുദത്യഭീഷ്ണം ഹസതി ക്വചിൽച്ച. അതാ പറയണത്.
അതായത് ഭഗവാനെക്കുറിച്ച് പറയുന്ന സമയത്ത് വാക്ക് ഗൽഗതമായി പോവുക, പിന്നെ ഹൃദയത്തിന് ആർദ്രമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുക. പിന്നെ ആ ഭഗവാൻ വിലജ്ജ ഉദ്ഗായത് നൃത്യതേച്ച ഹസതി ക്വചിർച്ച, ചിലപ്പോൾ ഭഗവാന്റെ മഹിമ ഓർക്കുമ്പം അറിയാതെ പൊട്ടിച്ചിരിക്കും, ഭഗവാന്റെ വിരഹത്തിനെക്കുറിച്ച് ആലോചിച്ചാൽ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോകും. ഇങ്ങനെയുള്ള ആ ഭക്തന്മാർ ആണ് ലോകത്തിനെ മുഴുവൻ ശുദ്ധീകരിക്കുന്നതെന്ന് ശ്രീമദ് ഭാഗവത ഏകാദശ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ ഉദ്ധവനോട് ഉപദേശിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളെല്ലാം വിഫലമായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട്, നിഷ്ഫലങ്ങളായിട്ട് മാറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടും ഭഗവാന്റെ സേവ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. മനസ്സുകൊണ്ട് ഭഗവാനെ ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളും മനസ്സിനെ പിന്തുടർന്നുകൊണ്ട് ഭഗവാനെ സേവിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു ചേരും. മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് ആ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ ആ മനസ്സിൽ എന്ത് വേണം? ആദ്യം ഈ ആത്മീയമായ ചിന്തകൾ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അത് മനസ്സിനനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാണ്. ഇവിടെ നമ്മൾ പ്രഥമ സ്കന്ധത്തിലെ 1-ാമത്തെ സ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം മുതൽക്കാണ് ഇന്ന് ആരംഭിക്കുന്നത്. ശ്ലോകം നമ്പർ 22, 22. ഇതി ചിന്തയതസ്തസ്യാദൃഷ്ടാരിഷ്ടേന ചേതസാ രാജ്ഞപ്രത്യാഗമൽ ബ്രഹ്മൻ യദുപുരിയാഹ കപിധ്വജാം. ഇങ്ങനെ ആ യുധിഷ്ഠിര മഹാരാജാവ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആ യദുവംശത്തിൽ നിന്നും, അതായത് ആ ദ്വാരകയിൽ പോയിട്ടുള്ള അർജുനൻ മടങ്ങിയെത്തി എന്നാണ്. അപ്പം എങ്ങനെയാണ് അർജുനൻ വരുന്നത്? അർജുനനെക്കുറിച്ച് വർണ്ണിക്കുന്നു അടുത്ത ശ്ലോകത്തിൽ. നമ്മൾ പദം മുറിച്ചിട്ടില്ല. ഇതി ചിന്തയതഃ തസ്യ ദൃഷ്ട അരിഷ്ടയന ചേതസ രാജ്ഞഃ പ്രത്യാഗമൽ ബ്രഹ്മൻ യദുപുരിയാഹ കപിധ്വജ. കപിധ്വജൻ എന്ന് പറഞ്ഞ ആരാണ്? അർജുനൻ. അർജുനൻ്റെ കൊടിയടയാളമായിട്ട് അർജുനനായിരിക്കണം, ഹനുമാനാണിരിക്കുന്നത്, ആഞ്ജനേയ സ്വാമികളായിരിക്കുന്നത്. അതുകൊണ്ട് കപിധ്വജൻ എന്ന് പറയാൻ അതാണ് കാരണം എന്നാണ്. 22-ാമത്തെ ശ്ലോകം. തം പാദയോർ നിപതിതമയഥാപൂർവമാധുരം അധോ വദനമബിന്ദുവൻ നിസ്സൃജന്തം നയനാബ്ജയോ. തം, അതായത് അർജുനൻ്റെ പാദയോഹോ നിപതിതം, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ പാദത്തിലേക്ക് അർജുനൻ വീണു എന്നാണ് പറയുന്നത്. തം പാദയോഹോ നിപതിതം അയഥാപൂർവം ആതുരം അഥോ വദനം അബിന്ദൂൻ സൃജന്തം നയനാബ്ജയോഹോ. അതായത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ പാദങ്ങളിൽ വണങ്ങാനായി അർജുനൻ കുനിഞ്ഞപ്പോൾ അർജുനൻ ഇതേവരെ കണ്ടിട്ടില്ലാത്ത മനോവ്യഥ, വിഷണ്ണത അത് യുധിഷ്ഠിര മഹാരാജാവ് കാണുകയാണ്. ആ അർജുനൻ്റെ ശിരസ് താഴ്ന്നു പോയിരുന്നു. കണ്ണുകളിൽ നിന്നും അശ്രുബിന്ദുക്കൾ പ്രവഹിക്കുന്നുണ്ടായിരുന്നു. അർജുനൻ വല്ലാതെ തളർന്ന അവശനായിരുന്നു എന്നാണ്. 24-ാമത്തെ ശ്ലോകം. വിലോക്യോദ്വിഗ്നഹൃദയോ വിച്ഛായ മനുജം നൃപ പൃച്ഛതി സ്മ സുഹൃൻ മധ്യേ സംസ്മരൻ നാരദേരിതം. വിലോക്യ ഉദ്വിഗ്നഹൃദയ വിച്ഛായം അനുജം നൃപ പൃച്ഛതി സ്മ സുഹൃത് മധ്യേ സംസ്മരൻ നാരദീരിതം. അതായത് ഹൃദയഭേദകമായിട്ടുള്ള ആ അർജുനൻ്റെ അവസ്ഥയിൽ അർജുനൻ നിൽക്കുന്നത് കണ്ട സമയത്ത്
ഭഗവാൻ നാരദ മഹർഷി പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു യുധിഷ്ഠിര മഹാരാജാവ്. എന്നിട്ട് അർജുനനോട് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുകയാണ്, അന്വേഷിക്കുന്നു എന്താണ് ഈ വിഷണ്ണതയ്ക്ക് കാരണമെന്ന് അന്വേഷിക്കുകയാണ്. ഇവിടെ 25-ാമത്തെ ശ്ലോകമാണ് ഇനി. യുധിഷ്ഠിര ഉവാച കച്ചിദാനർത്ഥപുരിയാ ന സ്വജനാഃ സുഖമാസതേ മദ്യബോധ ദശാർഹാർഹ സാത്വത അന്ധകവൃഷ്ണയഃ. അതായത് ആനർത്ഥപുരിയാം യുധിഷ്ഠിര മഹാരാജാവ് പറയുകയാണ്, ബന്ധുമിത്രാദികളായിട്ടുള്ളവർ മധു ഭോജൻ ദശാർഹൻ അർഹൻ സാത്വതൻ അന്ധകൻ എല്ലാവരും യദുകുലത്തിലെ മറ്റംഗങ്ങളും സന്തോഷത്തോടു കൂടി അല്ലേ ദിവസങ്ങൾ കഴിച്ചു കൂട്ടണത്, അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു തരൂ എന്ന് യുധിഷ്ഠിരൻ പറയാണ്. പിന്നെ ശൂരോ മാതാമഹ കച്ചിൽ സ്വസ്ത്യാസ്തേ വാധമാരീഷ മാതുല സാനജ കച്ചിൽ കുശല്യാനകദുന്ദുഭി. ശൂര മാതാമഹ കശ്ചിൽ സ്വസ്തി ആസ്തേ വാ അഥ മാരിഷഃ മാതുലഃ സാനുജ കച്ചിൽ കുശലി ആനകദുന്ദുഭി. എൻ്റെ മാതാമഹൻ ശൂരസേനൻ, സർവമംഗളം തന്നെയല്ലേ എൻ്റെ മാതാമഹൻ, അമ്മയുടെ അച്ഛനായിട്ടുള്ള അമ്മയുടെ മുത്തച്ഛനായിട്ടുള്ള ശൂരസേനന് മംഗളം തന്നെയല്ലേ. എൻ്റെ മാതുലൻ എൻ്റെ അമ്മാവനായിട്ടുള്ള വസുദേവർക്കും അദ്ദേഹത്തിൻ്റെ അനുജന്മാർക്കും സൗഖ്യം തന്നെയല്ലേ എന്ന് യുധിഷ്ഠിര മഹാരാജാവ് അർജുനനോട് ചോദിക്കുകയാണ്. 27-ാമത്തെ ശ്ലോകം. സപ്തസ്വസാരസ്തൽപജ്ഞമാതുലാന്യ സഹാത്മജാഃ ആസതേ മനസസ്തുഷാ ക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം. അതായത് സപ്തസ്വസാര തൽപത്നിയഃ മാതുലാന്യ സഹാത്മജാഃ ആസതേ സസ്നുഷാഃ ക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം. ദേവകിയുടെ പ്രാമുഖ്യത്തിലുള്ള സഹോദരന്മാർ, ദേവകി മുതലായിട്ടുള്ള 7 പേര് വസുദേവരുടെ പത്നിമാരാണ്. അപ്പോൾ അവരുടെ മറ്റുള്ള പുത്രന്മാർക്കും പുത്രവധുക്കൾക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്ന് അന്വേഷിക്കുകയാണ്. കച്ചിത് രാജ അഹുഗോ ജീവത്യസൽ പുത്രോസ്യ ചാനുജ ഹൃദീക സസുതോക്രൂരോ ജയന്തഗതസാരണാഃ ആസതേ കുശലം കശ്ചിത് യേ ച ശത്രുജിതാദയ കശ്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭു. കച്ചിത് രാജ ആഹുകഃ ജീവതി അസൽപുത്രഃ അസ്യ ച അനുജഃ. ജീവതി അസൽപുത്രസ്യ ചാനുജ ഹൃദീക സസുതഃ അക്രൂരഃ ജയന്തഗതസാരണാഃ ആസതേ കുശലം കശ്ചിത് യേ ച ശത്രുജിതാദയ കച്ചിദാസ്തേ സുഖം രാമഃ ഭഗവാൻ സാത്വതാം പ്രഭു. അതായത് ഉഗ്രസേനന് അദ്ദേഹത്തിൻ്റെ അനുജൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹൃദീകൻ അദ്ദേഹത്തിൻ്റെ പുത്രൻ കൃതവർമ്മന് ക്ഷേമം തന്നെയല്ലേ. ജയന്തനും ഗതനും സാരണനും ശത്രുജിത്തിനുമൊക്കെ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. ഭക്തസംരക്ഷകനും പരമദിവ്യത്വ പുരുഷനുമായ ബലരാമനും സുഖമാണോ? ഇതിനെ ബലരാമന് സുഖമാണോ എന്ന് ചോദിക്കാൻ കാരണം, ബലരാമന് സുഖമാണെങ്കിൽ ഭഗവാനും സുഖമാണ്. ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും സുഖമാണെങ്കിൽ ഭഗവാനും സുഖമാണെന്ന് അനുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ ദ്വാരകയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അർജുനൻ മധുരയിൽ പോയിട്ടുണ്ടാവും. ആ മധുരയിൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഈ കാണുന്ന എല്ലാം ഭഗവാന്റെ
വിഷ്ണുതത്വ ജീവാത്മാക്കൾ പരമപുരുഷൻ്റെ ഭഗവാന്റെ വിസ്തരണങ്ങളാണ്. അവയെല്ലാം തന്നെ ഗുണത്തിലും അംശത്തിലും ഭഗവാൻ സമാനമാകുന്നു. അതേസമയം സാമാന്യ ജീവാത്മാക്കളുടെ വിഭാഗം ജീവശക്തിയുടെ വിസ്തരണങ്ങളിൽ ഉൾപ്പെടുന്നതാകുന്നു. അതിനാൽ അവ ഭഗവാന് സമാനമേ അല്ല എന്നാണ്. അഥവാ ഭഗവാനുമായി സമമൂല്യമുള്ളവരെയല്ല. ജീവശക്തിക്കും വിഷ്ണു തത്വത്തിനും പദവി സമത്വം കൽപ്പിക്കുന്നവരെ പാപാത്മാക്കളെന്ന് കരുതപ്പെടുന്നു. ശ്രീരാമൻ അല്ലെങ്കിൽ ബലരാമൻ ഭക്തസംരക്ഷകനാകുന്നു. എല്ലാ ഭക്തരുടെയും ആത്മീയ ഗുരുവായി ബലരാമൻ വർത്തിക്കുന്നു. അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ ബലരാമൻ്റെ അഹൈതുകമായ കാരുണ്യത്താലാണ് പതിതാത്മാക്കൾ മുക്തരായിത്തീർന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാര ലീലകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഭാസന്മാരായിട്ടുള്ള ജഗായി മാധായി എന്നുള്ള രണ്ടാഭാസന്മാർ അവരെ നിത്യാനന്ദ പ്രഭുവാണ് മഹാഭക്തന്മാരാക്കി മാറ്റിയത് എന്നാണ്. അപ്പം നിത്യാനന്ദ പ്രഭു ഒന്നാമത്തെ ഗുരു ആരാ? നിത്യാനന്ദ പ്രഭു. നിത്യാനന്ദ പ്രഭു ആദിസംഘർഷമൂർത്തിയായിട്ടുള്ള ബലരാമൻ്റെ അതേ ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപമാണ്, അവതാരമാണ് എന്നാണ്. അപ്പോൾ ഈ നിത്യാനന്ദ പ്രഭുവിൻ്റെ ഒരു കരുണ ഒന്നുകൊണ്ട് മാത്രമേ നമ്മൾക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതേപോലെ ബലരാമൻ്റെ ഒരു കരുണ ഉണ്ടെങ്കിൽ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുനാമം ജപിക്കാനും ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഏറ്റവും വലിയ ഗുരു ആരാണ്? ആദിമ ഗുരു ആരാണ്? എന്നും ഗുരുവായിരിക്കും. എറ്റേണലായിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റർ ആരാണ്? സാക്ഷാൽ ബലരാമൻ തന്നെ എന്നാണ്. ആ ബലരാമൻ സുഖമല്ലേ? പ്രദ്യുമ്ന സർവവൃഷ്ണേനാം സുഖമാസ്തേ മഹാരഥ ഗംഭീരരയോ നിരുദ്ധോ വർദ്ധതേ മഖോ ഭഗവാനുതാം. വിഷ്ണുവംശത്തിലെ മഹാരഥനായ പ്രദ്യുമ്നന് സുഖം തന്നെയല്ലേ? ചോദിക്കുകയാണ്. പരമദിവത്വ പുരുഷൻ്റെ പൂർണ്ണ വിസ്തരണമായ അനിരുദ്ധൻ സാമോദത്തോടെയാണോ ഇരിക്കുന്നത്? പ്രദ്യുമ്നും അനിരുദ്ധനും പരമദിവ്യോത്തമ പുരുഷൻ്റെ വിസ്തരണങ്ങളാണ്. ആകയാൽ അവരിരുവരും വിഷ്ണു തത്വങ്ങളാകുന്നു. ദ്വാരകയിൽ സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നീ നാമധേയങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിസ്തരണത്തോടെ ഭഗവാൻ വാസുദേവൻ അദ്ദേഹത്തിൻ്റെ അതീന്ദ്രിയകളിൽ ഏർപ്പെട്ടിരുന്നു. ആകയാൽ അവരിൽ ഓരോരുത്തരെയും അനിരുദ്ധൻ എന്ന നാമവുമായി ബന്ധപ്പെടുത്തി പരാമർശിക്കുന്നത് പോലെ പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതാകുന്നു. ഹരേ കൃഷ്ണ. 31-ാമത്തെ ശ്ലോകം. സുഷേണശ്ചാരുദേഷ്ണശ്ച സാംബോ ജാംബവതി സുത അന്യേ ച കാർഷ്ണിപ്രവരാः സപുത്രാഋഷഭാദയാം. സുഷേണൻ, ചാരുദേഷ്ണൻ, സാമ്പൻ, ജാംബവതി പുത്രനായിട്ടുള്ള സാമ്പൻ, കാർഷ്ണി ശ്രീകൃഷ്ണ ഭഗവാന്റെ കാർഷ്ണിപ്രവര ഭഗവാന്റെ പുത്രന്മാരായിട്ടുള്ളവർ, വൃഷഭൻ മുതലായിട്ടുള്ള പുത്രന്മാർ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. സുഷേണൻ, ചാരുദേഷ്ണൻ, ജാംബവതീസൂതനായ സാമ്പൻ, ഋഷഭൻ തുടങ്ങിയ ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ പ്രവരന്മാരും അവരുടെ പുത്രന്മാരോടൊപ്പം സർവ ഐശ്വര്യങ്ങളോടെയും ക്ഷേമത്തോടെയും ജീവിക്കുന്നുണ്ടോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഭഗവാന് 16,108 പത്നിമാരുണ്ടായിരുന്നു. അതിൽ അത്രയും പത്നിമാരിൽ ഭഗവാൻ 10 പുത്രന്മാരുണ്ടായിരുന്നു ഭഗവാന് എന്നാണ്. അപ്പോൾ 1,06,1080 പുത്രന്മാർക്ക് ഭഗവാൻ ജന്മം കൊടുത്തിട്ടുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും പിതാവിനെ പോലത്തെ ഭഗവാനെ പോലെ തന്നെ സ്വന്തം അച്ഛനെ പോലെ തന്നെ അനേകം പുത്രന്മാരുണ്ടായിരുന്നു. അങ്ങനെ ഭഗവാന്റെ കുടുംബത്തിലെ മൊത്തം അംഗസംഖ്യ ഏകദേശം 1,06,10,800
അത്രയായിരുന്നു മൊത്തം അംഗസംഖ്യ. ഗണനാതീതമായ ഈ ജീവജാലങ്ങളുടെയും എല്ലാ ജീവജാലങ്ങളുടെയും പിതാവാണ് ഭഗവാൻ. ആകയാൽ അവരിൽ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഭൂമിയിൽ ദ്വാരകയിലെ ഭഗവാനുമായി അതീന്ദ്രിയ ലീലകളിൽ പങ്കുചേരാനുള്ള സൗഭാഗ്യം സിദ്ധിക്കുന്നുള്ളൂ എന്നാണ്. 32-33 തഥൈവാനുചരാ ശൗരേ ശ്രുതദേവോദ്ധവാദയാസനന്ദശീർഷണ്യായേ ചാന്യേ സാത്വതഋഷഭാ അഭിസ്വസ്ത്യാസതേ സർവേ രാമകൃഷ്ണഭുജാശ്രയാः അഭിസ്മരന്തി കുശലമസ്മാകം ബദ്ധസൗഹൃദാः തഥാ ഏവ അനുചരാः ശൗരേः ശ്രുതദേവ ഉദ്ധവ ആദയः സുനന്ദനന്ദശീർഷണ്യാः യേ ച അന്യേ സാത്വത ഋഷഭാः അപി സ്വസ്തി ആസതേ സർവേ രാമകൃഷ്ണഭുജ ആശ്രയാः അപി സ്മരന്തി കുശലം അസ്മാകം ബദ്ധസൗഹൃദാः. സുധദേവൻ, ഉദ്ധവൻ, പിന്നെ സുനന്ദനന്ദന്മാർ, സുനന്ദനും നന്ദനും ഭഗവാന്റെ സന്ത സഹചാരികളായിട്ടുള്ള ശ്രേഷ്ഠനും പ്രമുഖരുമായ മറ്റ് മുക്താത്മാക്കളും ശ്രീകൃഷ്ണ ഭഗവാനാലും ബലദേവനും ശ്രീകൃഷ്ണ ഭഗവാനും അവരെ പൂർണ്ണമായിട്ടും രക്ഷിച്ചിരുന്നു എന്നാണ്. അവർ തങ്ങളുടേതായ കർത്തവ്യങ്ങൾ യഥാവണ്ണം നിർവഹിക്കാറുണ്ടോ? നാമുമായി ശാശ്വത മൈത്രീബന്ധത്തിലുള്ള അവർ നമ്മുടെ ക്ഷേമത്തെക്കുറിച്ച് വ്യാകുലപ്പെടുന്നുണ്ടോ? പൂർണ്ണമായിട്ട് മൈത്രീബന്ധത്തിലുള്ളവർക്ക് തൻ്റെ മിത്രം ദുഃഖിക്കുന്നത് കണ്ടാൽ അവർക്ക് ദുഃഖം അനുഭവപ്പെടും. അങ്ങനെ ആ ദുഃഖത്തോട് കൂടിയിട്ടാണോ അവർ കഴിയുന്നത്? ഉദ്ധവരെ പോലുള്ളവരൊക്കെ മുക്താത്മാക്കളാണ്, ഭഗവാന്റെ സന്തത സഹചാരിയുമാണ് എന്നാണ്. ഭഗവാന്റെ ദൗത്യം പൂർത്തീകരിക്കാനായി അവർ ഭഗവാനോടൊപ്പം ഈ ഭൗതിക ലോകത്തിൽ അവർ അവതരിക്കുന്നു. ഭുവനത്തിൽ ഭഗവാൻ പ്രദർശിപ്പിക്കുന്ന അതീന്ദ്രിയ ലീലകളിൽ അദ്ദേഹത്തെ സേവിക്കാനായി ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പം അവതരിച്ച മുക്താത്മാക്കളാകുന്നു പാണ്ഡവന്മാർ. മുക്താത്മാക്കളാകുന്നു പാണ്ഡവർ. ഭഗവത്ഗീതയിൽ ഉദ്ഘോഷിച്ചിരിക്കുന്നത് പോലെ ഭഗവാനെ പോലെ മുക്താത്മാക്കളായ ഭഗവത് ഭക്തരും ഭഗവാനും നിശ്ചിത ഇടവേളകൾക്ക് ശേഷം ഈ ഭൂലോകത്തിൽ അവതരിക്കുന്നു. ഒരു കാലത്തിന് ശേഷം ഭഗവാനും ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവരും മുക്താത്മാക്കളായിട്ടുള്ള ഭക്തന്മാർ നിശ്ചിതമായിട്ടുള്ള കാലഘട്ടത്തിൽ ഭൂമിയിൽ അവതരിക്കുന്നു എന്നാണ്. അപ്പോൾ വിസ്മൃതാവസ്ഥയിലായി അതിനെക്കുറിച്ചെല്ലാം എല്ലാം അതായത് ഒരു മാർജിനൽ എനർജി ആയതുകൊണ്ട് നമ്മളുടെ ആ ബുദ്ധിക്ക് അതൊന്നും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ്. അപ്പോൾ വിഷ്ണുതത്വവും ജീവതത്വവും തമ്മിലുള്ള ഒരു അന്തരമാണ് ഇത്. ജീവതത്വങ്ങൾ ഭഗവാന്റെ അത്യന്ത സൂക്ഷ്മശക്തി കണങ്ങളാണ് ജീവതത്വങ്ങൾ എന്നാണ്. എന്നാൽ ആകയാൽ അവർക്ക് എല്ലാ സമയത്തും ഭഗവാന്റെ സംരക്ഷണം ആവശ്യമായി വരുന്നു. അപ്പോൾ നമ്മൾ ജീവന്മാരായിട്ടുള്ളവർ ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണം ആവശ്യമായിട്ട് വരുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഭഗവാന്റെ ശാശ്വത സേവകന് എല്ലാവിധ സഹായത്താലും സംരക്ഷണവും നൽകി ഭഗവാൻ സദാ സന്നദ്ധനും സന്തോഷവാനുമാക്കുന്നു. ഭഗവാൻ എന്താ ചെയ്യുക? ഭഗവാൻ വാസ്തവത്തിൽ ഭഗവാന്റെ ശാശ്വതമായ സേവകർക്ക് ഏത് വിധത്തിലും ഭഗവാൻ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ട് അവരെ എപ്പോഴും സേവനത്തിന് സന്നദ്ധരാക്കി മാറ്റുന്നു. ഭഗവാൻ സർവത്ര താൻ ഭഗവാനെ പോലെ തന്നെ സർവത്ര സ്വതന്ത്രനാണെന്നോ ഭഗവാനെ പോലെ തന്നെ ശക്തിയുള്ളവനാണെന്നോ നമ്മൾ വിചാരിക്കരുത്. ഭഗവാനെ പോലെ സ്വതന്ത്രന, ഭഗവാനെ പോലെ ശക്തി ഉണ്ട് നമ്മൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല എന്നാണ്. ആ ഏത് പരിസ്ഥിതിയിലായാലും ഒരു ഭഗവാന്റെ അനുഗ്രഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കണം എന്നാണ് പറയുന്നത്. 34-ാമത്തെ ശ്ലോകം.
ഭഗവാനപി ഗോവിന്ദോ ബ്രഹ്മണ്യോ ഭക്തവത്സല കച്ചിൽപരേ സ്വധർമായാം സുഖമാസ്തേ സുഹൃദൃത. ഭഗവാൻ അപി ഗോവിന്ദ ബ്രഹ്മണ്യ ഭക്തവത്സല കച്ചിൽ പുരേ സുധർമായാം സുഖം ആസ്തേ സുഹൃദ്വൃത. അതായത് ഗോക്കൾക്കും ഇന്ദ്രിയങ്ങൾക്കും ബ്രാഹ്മണർക്കും ആനന്ദം പകരുന്നവനും സ്വഭക്തരോട് അത്യന്തം മമതയുള്ളവനുമായ കൃഷ്ണനെ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ മിത്രങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ധർമ്മപൂരിതമായ ദ്വാരകാപുരിയിലെ സദസ്സ് ആസ്വദിക്കുന്നുണ്ടോ? ഭഗവാൻ യാദവന്മാരോട് കൂടിയിട്ട് യാദവ സദസ്സിൽ സുധർമാപുരിയിൽ ഇരിക്കുന്നുണ്ടോ ദ്വാരകയിൽ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഗോവിന്ദൻ, ബ്രഹ്മണ്യൻ, ഭക്തവത്സലൻ, ഭഗവാൻ എന്നൊക്കെ ഭഗവാനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഭഗവാൻ ഷഡ് ഐശ്വര്യ പൂർണ്ണനാണ്, പരമദിവ്യത്വം. ഏതാ ഷഡ് ഐശ്വര്യ ശക്തികൾ? സമ്പത്ത്, ശക്തി, ജ്ഞാനം, സൗന്ദര്യം, കീർത്തി, പരിത്യാഗം എന്നിവ. ഗോവിന്ദൻ എന്നറിയപ്പെടുന്നത് അങ്ങനെ ഗോക്കൾക്ക് സംരക്ഷണം, ആനന്ദവും പ്രദാനം ചെയ്യുന്നവനാകുക ഭഗവാനെ അതുകൊണ്ട് ഗോവിന്ദൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഭഗവത്ഭക്തി സേവനത്തിൽ ഇന്ദ്രിയങ്ങളെ പവിത്രമാക്കപ്പെടുന്നു. ഭഗവത് ഭക്തിയുത സേവനത്താൽ ഇന്ദ്രിയങ്ങളെ പവിത്രമാക്കിയവർക്ക് ഭഗവാൻ യഥാർത്ഥ സേവന സമർപ്പണം സാധ്യമാകുന്നു. അപ്രകാരം അവ്വിധമുള്ള പവിത്രമായ ഇന്ദ്രിയങ്ങളാൽ അതീന്ദ്രിയ ആനന്ദം അവർക്ക് ലഭിക്കുന്നു. അശുദ്ധരായ ബദ്ധജീവാത്മാക്കൾക്ക് മാത്രം ഇന്ദ്രിയങ്ങളിൽ നിന്നും യാതൊരു ആനന്ദവും ലഭിക്കുന്നില്ല. എന്നാൽ ഇന്ദ്രിയങ്ങൾ മുഖേന ലഭിക്കുന്ന മിഥ്യാനന്ദത്താൽ വിഭ്രമത്തിൽ ആമഗ്നനാകയാൽ അവർ ഈ ഇന്ദ്രിയങ്ങളുടെ അടിമകളായിത്തീരുന്നു. ആകയാൽ നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്കായി നമുക്ക് ഭഗവാന്റെ സംരക്ഷണം ആവശ്യമാകുന്നു. അവനവൻ്റെ സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ ഭഗവാന്റെ സംരക്ഷണം നമ്മൾക്ക് അത്യന്താപേക്ഷമാണ്. നമ്മുടെ സ്വന്തം സങ്കല്പം എന്താണ്? നമ്മൾ ഭഗവാന്റെ അംശമാണ്, നമ്മൾക്ക് എത്തിച്ചേരുന്നത് ഭഗവാന്റെ സാന്നിധ്യത്തിലേക്കാണ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ജയിലിലെ തടവുകാർ ഒക്കെ എല്ലാം ഇപ്പോൾ ഭഗവാൻ ഭരണാധികാരിയുടെ കീഴിലാണ്. എന്നാൽ സാധാരണ ഒരു പൗരനെ ഭരണാധികാരികളായിട്ടുള്ളവർ ഭയപ്പെടാറില്ല. അതായത് തടവുകാർ എപ്രകാരമാണോ രാജാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, രാജാവിന് നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അവർക്ക് ശിക്ഷകൾ കൊടുക്കുന്നത് എന്നാണ്. അപ്പോൾ അവരുടെ ഒരു കരുണയില്ലാത്ത ആ കാവൽക്കാരുടെ കീഴിലായിരിക്കും അങ്ങനെയുള്ളവർ എന്നാണ്, ഒരു ഭൗതികന്മാരായിട്ടുള്ളവർ. എന്നാൽ അതേപോലെ ഗോസംരക്ഷണവും ബ്രാഹ്മണീയ സംസ്കാരവും നഷ്ടമായ സമൂഹം ഭഗവാന്റെ നേരിട്ടുള്ള സംരക്ഷണത്തിൻ്റെ കീഴിലല്ല. അപ്പോൾ അവർക്ക് ബ്രാഹ്മണ സംസ്കാരവും ഇല്ല, അവർക്ക് ഗോസംരക്ഷണം ഇല്ല. അതുകൊണ്ട് അവർ ഭഗവാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലല്ല. അവർ എന്ത് പറയണോ, കുറഞ്ഞ സമൂഹത്തിലെ പക്ഷേ ഒരു ഭാഗം ജനങ്ങളെങ്കിലും ഗോസംരക്ഷണത്തിലും ബ്രാഹ്മണീയ സംസ്കാരം അനുഷ്ഠിക്കുന്നതിലും ശ്രദ്ധ ചെലുത്താതെ മാനവ സമൂഹത്തിൽ ഒരു മാനവ സംസ്കാരവും ഒട്ടും അഭിവൃദ്ധിപ്പെടുകയില്ല എന്നാണ്. അതായത് ബ്രാഹ്മണ സംസ്കാരവും ഗോസംരക്ഷണവും നമ്മൾ നടപ്പിലാക്കിയല്ലാതെ ലോകത്തിൽ ആർക്കും ഒരു സമാധാനവും കിട്ടില്ല എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. 35-36 മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തേ ദുകുലാംഭോധാവാദ്യോനന്ദസഖപുമാൻ യദ്ബാഹുദണ്ഡഗുപ്തായാം യദുപുരിയാം സ്വപുരിയാം യദവോർച്ചിതാഃ ക്രീഡന്തി പരമാനന്ദം മഹാപുരുഷികായിവാം. അതായത്
മംഗളായ ച ലോകാനാം ക്ഷേമായ ച ഭവായ ച ആസ്തെ യദുകുലാംബോധൗ ആദ്യ അനന്തസമഃ പുമാൻ യദ്ബാഹു ദണ്ഡഗുപ്തായാം സ്വപുരീയാം യദവ അർച്ചിതാഃ ക്രീഡന്തി പരമാനന്ദം മഹാപൗരുഷികാഃ ഇവ. അതായത് പരമാസ്വാദകനായിട്ടുള്ള യഥാർത്ഥ പരമ ദിവ്യോത്തമ പുരുഷനും ആദിഭഗവാനായ അനന്തൻ ബലരാമനും സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും സാർവത്രികമായ പുരോഗതിക്കും സംരക്ഷണത്തിനും ക്ഷേമത്തിനുമായി യദുവംശമാകുന്ന സാഗരത്തിൽ വർത്തിക്കുന്നു. അതായത് കൃഷ്ണനും ബലരാമനും സർവ്വവിധത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെയും എല്ലാ പുരോഗതിക്കും വേണ്ടി സംരക്ഷണത്തിനും വേണ്ടിയിട്ട് യദുവംശത്തിലെ സാഗരത്തിൽ വസിക്കുന്നു എന്നാണ് പറയുന്നത്. യദുവംശമാകുന്ന സാഗരത്തിൽ ഭഗവാനും ബലരാമനും അവർക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് സാന്നിധ്യം ചെയ്യുന്നു. മാത്രവുമല്ല, യദുവംശത്തിലെ അംഗങ്ങൾ ഭഗവാന്റെ തൃക്കരങ്ങളാൽ സംരക്ഷിക്കപ്പെടുകയാൽ ആത്മീയ ലോക നിവാസികൾ എന്ന വണ്ണം ജീവിതത്തെ ആസ്വദിക്കുന്നു. അപ്പോൾ നിരവധി തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പരമനിവൃത്ത പുരുഷനായിട്ടുള്ള വിഷ്ണു സർവ്വചരാചരങ്ങളിലും ഗർഭോദയശായിയായ വിഷ്ണുവെന്നും ക്ഷീരോദകശായി വിഷ്ണുവെന്നുമുള്ള 2 ശക്തികളായി വസിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഉത്തരശൃംഗത്തിൽ ക്ഷീരോദകശായി വിഷ്ണുവിന് സ്വന്തം ധാമമുണ്ട്. അവിടെ മഹാശയമായ പാലാഴിയിൽ അനന്തനായി അവതാരമെടുത്ത ബലദേവൻ്റെ മുകളിൽ ഭഗവാൻ ശയിക്കുന്നു. ആകയാലാണ് മഹാരാജാവ് യുധിഷ്ഠിരൻ യദുകുലത്തെ പാലാഴിയോടും ബലരാമനെ കൃഷ്ണനെ ഭഗവാൻ ശയിക്കുന്ന അനന്തനോടും ഉപമിച്ചത്. അദ്ദേഹം ദ്വാരകാവാസികളെ വൈകുണ്ഠലോകത്തെ മുക്താത്മാക്കളോടും ഉപമിച്ചു. നമ്മുടെ നേത്രങ്ങൾക്ക് ഗോചരമാകുന്നില്ലെങ്കിലും വളരെ അപ്പുറം ആത്മീയ ആകാശത്തിനും അപ്പുറം വിശ്വപ്രപഞ്ചത്തിൻ്റെ 7 ഇരട്ടി ആവരണത്തിനപ്പുറം കാരണസാഗരം സ്ഥിതി ചെയ്യുന്നു. ആ കാരണസാഗരത്തിൽ സമസ്ത പ്രപഞ്ചങ്ങളും കാൽപന്തിനെ പോലെ പൊങ്ങിക്കിടക്കുന്നു. കാരണസാഗരത്തിനപ്പുറം ബ്രഹ്മതേജസ് എന്ന പൊതുവെ വിശേഷിക്കപ്പെടുന്നതും സീമാതീതവുമായ അഥവാ അദ്വിതീയമായ തേജസ് ആത്മീയ പ്രകാശമാകുന്നു. ഈ തേജസ്സിനുള്ളിൽ ദീപ്തിമത്തായ ഈ പ്രഭാപൂരത്തിനുള്ളിൽ അസംഖ്യം ആത്മീയ ആകാശങ്ങളുണ്ട്. അവയാണ് വൈകുണ്ഠമെന്ന് പറയുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം. യൽപാദശുശ്രൂഷ്ണ സ മുഖ്യകർമ്മണ സത്യാദിയോ ദുഷ്ടസഹസ്രയോഷിത നിർജിത്യ സങ്കീർത്തിദശാംസ്തദാശിഷോ ഗൃഹം ഹരം ദിവ്യായുധവല്ലഭോചിതാം. അതായത് ഏറ്റവും വലിയ സേവനകൾ ഭഗവാന്റെ പാദത്തിന് ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. സത്യഭാമയുടെ നേതൃത്വത്തിലുള്ള ദ്വാരകയിലെ രാജ്ഞിമാർ ദേവന്മാരെ പരാജയപ്പെടുത്തുന്നതിനായിട്ട് ഭഗവാനെ പ്രേരിപ്പിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് ദേവന്മാരെ പരാജയപ്പെടുത്താൻ പ്രേരിപ്പിച്ചത്? ഒരു പാരിജാതത്തിൻ്റെ കൊമ്പ് സത്യഭാമയ്ക്ക് ആഗ്രഹം തോന്നി. ആ സമയത്ത് അത് സത്യഭാമ ഭഗവാനോട് പറഞ്ഞു. ഭഗവാൻ ഗരുഡനോട് പറഞ്ഞു. ഗരുഡൻ അത് ആ പാരിജാതം പുഴക്കെടുത്തിട്ട് തൻ്റെ ചുമലിൽ വെച്ച് ദ്വാരകയിൽ കൊണ്ടുവന്ന് വെച്ചു എന്നാണ്. അപ്പോൾ സത്യഭാമയെ സ്വീകരിച്ച് ആനയിച്ചിട്ടുള്ള ഈ ദേവന്മാർക്ക് ഇപ്പോൾ സത്യഭാമയോട് ഇല്ലാതെ ദേഷ്യം പിടിച്ചു. അപ്പോൾ സത്യഭാമയ്ക്ക് ഈ സത്യഭാമയ്ക്ക് യോട് വളരെയധികം പ്രത്യേകത അതിഥി ദേവിക്ക് തോന്നി. അപ്പോൾ എങ്ങനെയാണ് നിത്യ യൗവനയുക്തയായിരിക്കാനുള്ള ആശീർവാദം എനിക്ക് സത്യഭാമയെ അനുഗ്രഹിച്ചു എന്നാണ്. തിരിച്ചു സത്യഭാമയുടെ ഗൃഹം
അമൂല്യരത്നങ്ങളാലൊക്കെ അലങ്കരിച്ചിരുന്നു. പക്ഷേ സത്യഭാമയ്ക്ക് തോന്നി ഒരു പാരിജാത വർഷം കൂടി തനിക്ക് വേണമെന്ന്. പൊതുവെ പാരിജാത വർഷമുണ്ട്, പക്ഷേ ഒരു പാരിജാത വർഷം കൂടി വേണമെന്ന് സത്യഭാമയ്ക്ക് തോന്നി. അപ്പോൾ സത്യഭാമ അതിനാഗ്രഹം പ്രകടിച്ചപ്പോൾ അതിന് ഒരു കൊമ്പ് വേണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭഗവാൻ എന്ത് ചെയ്തു? ദേവന്മാർ യുദ്ധത്തിനായി വന്ന സമയത്ത് ഭഗവാൻ ഗരുഡൻ അവരെയൊക്കെ തോൽപ്പിച്ച് തൻ്റെ പുറത്ത് പാരിജാതവൃക്ഷം മുഴുവനായിട്ട് വേരോട് കൊണ്ടെടുത്തിട്ട് ദ്വാരകയിൽ കൊണ്ടുവന്ന് വെച്ചു ഭഗവാൻ എന്നാണ്. ഇപ്പോൾ എല്ലാ വിധത്തിലുള്ള അതുകൊണ്ട് വേനൽക്കാല വിശേഷപ്പെട്ട രത്നങ്ങളെ കൊണ്ടും ഒക്കെ അലങ്കരിച്ചിരുന്നത് കൊണ്ട് വിശേഷപ്പെട്ട ചെടികളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ദ്വാരകയിലെ എല്ലാ കൊട്ടാരങ്ങളിലും വളരെയധികം സുഖസമ്പൂർണമായിട്ടുള്ള അവസ്ഥയായിരുന്നു. ചൂടുകാലത്ത് അധികം ചൂടില്ല, തണുപ്പ് കാലത്ത് അധികം തണുപ്പില്ല, മിതശീതോഷ്ണമായിട്ടുള്ള അവസ്ഥയായിരുന്നു എന്നാണ്. ഇപ്പോൾ സ്വർഗലോകങ്ങളിൽ നിന്നും പാരിജാതത്തെ കൊണ്ടുവരാൻ സത്യഭാമ പ്രിയതമനായ ശ്രീകൃഷ്ണനെ പ്രേരിപ്പിച്ചപ്പോൾ സാധാരണ ഭർത്താവിനെ പോലെ ഭഗവാൻ ആഗ്രഹത്തിന് വഴങ്ങി. ഇതൊക്കെ ഭഗവാന്റെ ലീലകളായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത് എന്നാണ്. പ്രപഞ്ചത്തിലെ ഏത് കോണിലുള്ള വസ്തു ആഗ്രഹിച്ചു കഴിഞ്ഞാലും അതൊക്കെ സ്വന്തമാക്കുക എന്നത് സ്വന്തമാക്കി ആയി തീരുക എന്നുള്ളത് ഭഗവാന്റെ രാജ്ഞിമാരെ സംബന്ധിച്ച് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. കാരണം ഭഗവാനും ഭഗവാന്റെ പുത്രന്മാരും അത്രയും കരുണയും അത്രയും സാഹസികതയൊക്കെ ഉള്ളവരാണ്. അതാണ് യൽബാഹുദണ്ഡാഭ്യുദയാനുജീവിനോ യദുപ്രവീരോ ശകുതോ ഭയാമുഹു അതിക്രമൻ ജാഘ്രിപിരാഹതാം ബലാൽ സഭാം സുധർമാം സുരസത്തമോചിതാം. അതായത് യത് ബാഹുദണ്ഡ അഭ്യുദയ അനുജീവിന യദു പ്രവീര ഹി അകുത ഭയ മുഹു അതിക്രമന്തി അഘ്രിഭി ആഹൃതാം ബലാൽ സഭാം സുധർമാം സുരസത്തമ ഉചിതം. അതായത് ഭഗവാന്റെ ആ ഒരു പരിരക്ഷണത്തിൻ്റെ കീഴിൽ സംരക്ഷണത്തിൻ്റെ കീഴിൽ എന്തും ചെയ്യാനുള്ള കഴിവ് ഈ യാദവന്മാർക്കുണ്ടായിരുന്നു. അവർക്ക് അനായാസമായിട്ട് സ്വർഗത്തിൽ പോകാനും സ്വർഗത്തിലെ സഭാമണ്ഡപം സുധർമാസഭ ഇവിടെ ദ്വാരകയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കാനും അനായാസം സാധിച്ചു. ഈ സുധർമാസഭയുടെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ അവിടെ ദാഹം, വിശപ്പ്, ജരാനരകൾ, ഇത് അങ്ങനെയുള്ള രോഗങ്ങൾ, ഇതൊന്നും മരണം, ഈ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല എന്നാണ്. അതിന് പൂർവാധികം സൗന്ദര്യവും പൂർവാധികം ശക്തിയും ഉണ്ടായി വരും എന്നുള്ളത് സുധർമാസഭയുടെ പ്രത്യേകതയാണ് എന്നാണ്. ആ സുധർമാസഭ സ്വർഗത്തിലുള്ള സഭ. പൊതുവെ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ എത്ര യജ്ഞങ്ങൾ ചെയ്താലാണ് സ്വർഗത്തിലേക്ക് എത്തുക? ഇവിടെ യാദവന്മാർക്ക് നേരെ സ്വർഗത്തിൽ എത്തിച്ചേരാനും ആ സഭ നേരെ ഇവിടെ അത് പുഴക്കെടുത്ത് കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കാനും സാധിച്ചു. അപ്പോൾ ഭഗവാന്റെ പുത്രന്മാരും സാധാരണക്കാരായിരുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കച്ചെഴുത്തേനാം ഇനി 39 ശ്ലോകം ആണ് ഇനി. കച്ചിൽ തേനാമയം താതാ ഭ്രഷ്ടതേജാ വിഭാസി മേ അലബ്ധമാനോ വജ്ഞാത കിം വാ താത ചിരോഷിതം. കച്ചിൽ തേ അനാമയം താത ഭ്രഷ്ടതേജാ വിഭാസി മേ അലബ്ധമാന അവജ്ഞാത കിം വാ താത ചിര ഉഷിതഃ. അതായത് അർജുനനോട് ചോദിക്കുകയാണ് യുധിഷ്ഠിര മഹാരാജാവ്, എന്നോട് പറയൂ, ഇങ്ങനെ ആരോഗ്യസ്ഥിതി ക്ഷേമമല്ലേ നിൻ്റെ? എന്തുകൊണ്ടാണ് തേജസ് നഷ്ടപ്പെട്ടവനെപ്പോലെ നീ എന്നെ കാണുന്നുണ്ടല്ലോ? എന്തുകൊണ്ടാണത്? ദീർഘദേഹത്തെ കാലത്തെ ദ്വാരകാവാസം ഹേതുവാകയാൽ അവിടുത്തെ അവരുടെ തിരസ്കാരം, കുറച്ചു കാലം കൂടുതൽ ദ്വാരകയിൽ താമസിക്കുന്നവർക്കൊരു ബഹുമാനമില്ലാതെ വന്നു അർജുന എന്നോട്. അവജ്ഞയോ അനാദരവോ ആണോ നിന്നെ ഈ വിഷാദത്തിനിടയാക്കിയത് എന്ന് യുധിഷ്ഠിര മഹാരാജാവ് അർജുനനോട് ചോദിക്കുന്നു.
കച്ചിൽ നാഭിഹതഭാവൈ ശബ്ദാദിഭിരമംഗളൈ എന്ന ദത്തമുക്തമർത്ഥിഭ്യ ആശയായൽ പ്രതിശ്രുതം. അതായത് കച്ചിൽ ന അഭിഹത അഭാവൈ ശബ്ദാദിഭി അമംഗളൈ ന ദത്തം ഉക്തം അർത്ഥിഭ്യ ആശയാ യത് പ്രതിശ്രുതം. ആരെങ്കിലും അങ്ങയെ ഇഷ്ടമില്ലാത്ത വിധത്തിൽ സംബോധന ചെയ്തോ? അർജുനനോട് ചോദിക്കുകയാണ്. അങ്ങയെ അർജുനനെ ഭയപ്പെടുത്തിയോ? ആരെങ്കിലും ആവശ്യപ്പെട്ട ദാനം നൽകാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അങ്ങ് നൽകിയ വാഗ്ദാനം നിറവേറ്റാനോ അങ്ങ് സാധിക്കാതെ പോയോ? ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ നല്ല ധർമ്മിഷ്ഠരായിട്ടുള്ള ക്ഷത്രിയന്മാർക്ക്, ആളുകൾക്ക് അല്ലാതെ ഈ കാര്യങ്ങൾ സാധിച്ചില്ലെങ്കിൽ ദുഃഖങ്ങൾ, വിഷമങ്ങൾ തോന്നാറുണ്ട് എന്നാണ്. അർജുനൻ്റെ ഈ വ്യസനത്തിൻ്റെ അവസ്ഥയ്ക്ക് എന്താണ് കാരണമെന്ന് മഹാരാജാവ് ഇവിടെ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്, ശങ്കയോടുകൂടെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ചോദിക്കുകയാണ്. പിന്നെ പറയുന്നത് എന്താ? 41-ാമത്തെ ശ്ലോകത്തിൽ കച്ചിൽ ത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണഃ ഉപസൃതം സത്വം നാത്യാക്ഷി ശരണപ്രദ. കച്ചിൽ ത്വം ബ്രാഹ്മണം ബാലം ഗാം വൃദ്ധം രോഗിണം സ്ത്രീയം ശരണോപസൃതം സത്വം നാത്യാക്ഷീത് ശരണപ്രദ. ബ്രാഹ്മണർ, ശിശുക്കൾ, ഗോക്കൾ, സ്ത്രീജനങ്ങൾ, രോഗം ബാധിച്ചിട്ടുള്ളവർ, ഇവരൊക്കെ സംരക്ഷകനാണ് അർജുനൻ. അഭയം പ്രാപിക്കുന്ന അവച്ച് വന്ന ആർക്കെങ്കിലും സംരക്ഷണം നൽകാൻ അങ്ങേക്ക് കഴിയാതെ പോയോ അർജുന എന്നാണ് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നത്. രാജാവിൻ്റെ സവിശേഷമായിട്ടുള്ള സംരക്ഷണം കൊടുക്കേണ്ടവരാണ് ആരൊക്കെ? ശിശുക്കൾ, ഗോക്കൾ, രോഗികൾ, സ്ത്രീജനങ്ങൾ, വൃദ്ധജനങ്ങൾ എന്നിവർ രാജ്യത്തിൻ്റെ അഥവാ രാജാവിൻ്റെ സവിശേഷമായ സംരക്ഷണം ആവശ്യപ്പെടുന്നു എന്നാണ്. അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ അത് ഭരണകൂടത്തിന് വലിയൊരു അപമാനമായിട്ട് മാറും. ഇന്നൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കച്ചിൽ ത്വം നാഗമോ ഗമ്യാം ഗമ്യാം വാസൽകൃതം സ്ത്രീയം പരാജിതോ വാധഭവാൻ നോത്തമൈർനാസമയപഥി. ഇപ്പോൾ കഴിയും, 2 ശ്ലോകമുള്ളൂ, 2 ശ്ലോകമുള്ളൂ, അതുകൊണ്ട് കഴിയട്ടെ.